ശബ്ദത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. നമ്മൾ 5ാം ക്ലാസ് 10 വയസ്സ് ആകുമ്പോഴത്തേക്ക് സൗണ്ടിനെ കുറിച്ചൊക്കെ ചെറിയ നോളജ് വരാൻ തുടങ്ങി. പാട്ടുകൾ റേഡിയോയിൽ നിന്ന് കേൾക്കാൻ തുടങ്ങി. അപ്പൊ വീട്ടിൽ സ്ഥിരമായിട്ട് ഈ വൈകിട്ട് ഈ അരിയാട്ടുക എന്ന് പറഞ്ഞ ജോലി എന്റെ ജോലിയാണ്. ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ആട്ടുക എന്നുള്ളത് അത് രണ്ടു ദിവസം ചെയ്യുമ്പോൾ അതിന്റെ നമുക്കൊരു സന്തോഷം എന്ന് പറഞ്ഞത് പാട്ട് റേഡിയോയിൽ ഉള്ള സമയത്ത് അത് വച്ചിരും. അപ്പൊ ഇതിൽ ഏട്ടന്റെ പാട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ഈ ആട്ടിക്കൊണ്ടിരിക്കുന്ന നിർത്തും. ആ പാട്ട് ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. അത് ഞാൻ തന്നെ അറിയുന്നില്ല. അതൊരു പക്ഷേ എന്റെ ബ്രെയിനിനകത്തുള്ള ഒരു റെസണന്റ് ഫ്രീക്വൻസിയും ജേട്ടന്റെ സൗണ്ടിന്റെ ഫ്രീക്വൻസിയും മാച്ചിങ് വരുന്നോണ്ടായിരിക്കാം അത്. അങ്ങനെ ജേട്ടന്റെ പാട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ചുകൂടി അറിവായപ്പോഴത്തേക്ക് വേറെ ആരെ പാട്ടും വേണ്ട, ജേട്ടന്റെ പാട്ട് മതി എന്നുള്ള ഒരു കണ്ടീഷനായി. ക്രമേണ അതിൽ നിന്ന് മാറിയിട്ട് ജേട്ടനെ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് കാണണം, ജേട്ടനെ എനിക്ക് കണ്ടുമുട്ടണം എന്നുള്ളൊരു ഒരു 17-18 വയസ്സായപ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു ചിന്ത വന്നു. എനിക്ക് ജേട്ടനെ കാണണം. പക്ഷെ ഒരു രക്ഷയില്ല. ഞാൻ പല വഴി കൂടെ ജേട്ടനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. അവസാനം തബല പഠിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ തബല പഠിക്കുമ്പോഴുള്ള ഒരു ദുർചിന്ത എന്ന് പറയുന്നത്, തബല പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു ഓർക്കസ്ട്രയിൽ കയറി പറ്റിയ ആ ഓർക്കസ്ട്ര വഴി എവിടെയെങ്കിലും ജേട്ട പാടാൻ വരുമ്പോഴത്തേക്ക് കൂടെ വായിക്കാമല്ലോ, അങ്ങനെ പോയി പരിചയപ്പെടാമല്ലോ എന്നുള്ളതുകൊണ്ട് 2.5 വർഷം തബല പഠിച്ചു. അപ്പൊ ആ വഴി അടഞ്ഞു. കാരണം അതുവഴി നടക്കൂലെന്ന് മനസ്സിലായി. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് സിനിമാ മാസികയ്ക്കകത്ത് ഓരോരുത്തരുടെ മേൽവിലാസം ഇങ്ങനെ അടിച്ചു വരും. ഓരോ ആഴ്ചയിലും ഓരോ സെലിബ്രിറ്റിയുടെ വരുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യം ജയചന്ദ്രന്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് അഡ്രസ്സ് അടിച്ചു വന്നു. ആ അഡ്രസ്സൊന്നും ഇപ്പോഴും പറഞ്ഞിട്ടില്ല. 50/4 തിരുമലൈപ്പിള്ള റോഡ്, ടി നഗർ, മദ്രാസ്. അന്ന് ചെന്നൈ അല്ല, മദ്രാസ്. ഞാൻ ഒരു ലെറ്റർ എഴുതി. ഞാൻ എൻ്റെ പേര് പ്രദീപ് കുമാറാണ്, ഞാൻ ഇന്ന മലയൻകീഴ് താമസിക്കുന്നതാണ്, എനിക്ക് ജേട്ടനെ ഒന്ന് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, നടക്കുമോ? ചെറിയ ക്വസ്റ്റ്യൻ അവിടെ നിർത്തി. ഞാൻ വേറെ കൂടുതൽ എഴുതാൻ പോയില്ല, വായിക്കൂല എഴുതിയാലും. കുറെ 1 മാസമായി 2 മാസമായി അനക്കൊന്നുമില്ല. ഞാൻ ഇവരൊക്കെ നോക്കുന്ന അടുത്ത് കീറിയങ്ങളെന്ന് ചോദിച്ചു. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം ഒരു ഫോട്ടോയും ഒരു മറുപടിയും കൂടി എനിക്ക് വരെയാണ്. ലെറ്റർ കിട്ടി, കണ്ടതിൽ വായിച്ചതിൽ വളരെ സന്തോഷം. ഞാൻ 1982 നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭക്തിഗാന സ്തുതിക്ക് വരുന്നുണ്ട്. പ്രദീപ് അവിടെ വാ, നമുക്ക് അവിടെ വെച്ച് പരിചയപ്പെടാം. എനിക്ക് സ്വർഗം കിട്ടിയതാണ്, എന്ത് കിട്ടിയതാണെന്ന് പറഞ്ഞൂടെ ഓടിപ്പടിച്ച് അവിടെ എത്തി. ചെന്നപ്പോഴത്തേക്ക് അതായത് ചെറിയ ഒരു സിൽക്ക് കളറിലുള്ള ജുബയൊക്കെ ഇട്ട് സ്വർണത്തിന്റെ നിറത്തിൽ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടതുപോലെ സ്റ്റേജിൽ നിൽപ്പുണ്ടാവുക. അപ്പൊ ഞാൻ അവിടെ ഇപ്പൊ എന്റെ മനസ്സിൽ ആഗ്രഹം പറയാണ്, എനിക്കിങ്ങനെ ഒരു നേർച്ചയുണ്ട്, മലയൻകീഴ് അമ്പലത്തിലൊന്നും കൊണ്ട് തൊഴിയണം, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. അപ്പൊ ഞാനൊരു നേർച്ച ഇട്ടിരിക്കുകയാണ്, ജേട്ടന് എന്തെങ്കിലും കണ്ണുകൂട്ടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അമ്പലത്തിൽ കൊണ്ടുവന്ന് തൊഴിയിക്കാം. ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞ് വന്ന് ഞാൻ പിറ്റേ ദിവസം ടാക്സി എടുത്ത് കൊണ്ടുപോയി. അപ്പൊ കാറൊന്നുമില്ല എൻ്റെ കയ്യിൽ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, BSc പഠിക്കുകയാണ്. ടാക്സി എടുത്ത് കൊണ്ടുവന്ന് മലയൻകീഴ് ക്ഷേത്രത്തിൽ തൊഴിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നു.